രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം വോട്ട് കള്ളനെ താഴെ ഇറക്കാൻ. ബീഹാറിൻ്റെ ചരിത്രവീഥികളിലൂടെ ഇപ്പോൾ ജനം കുതിച്ച് ആർക്കുകയാണ്. ഇന്ത്യയുടെ പുതിയ ചരിത്രം കുറിക്കാൻ രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ രക്ഷകൻ തെരുവിൽ നിന്നും വോട്ട് കള്ളൻ മോദി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ കണ്ഠനാളങ്ങളിൽ നിന്നും രാഹുലിൻ്റെ വാക്കുകൾ പ്രതിധ്വനിക്കുകയാണ്. രാജ്യം ഇപ്പോൾ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. അരക്ഷിതരായ ഒരു ജനതയുടെ ആശങ്കയുടെ നിലവിളികൾ ഉയരുന്ന കാഴ്ചയാണ് രാജ്യത്ത് ആകമാനം. മോദി എന്ന സ്വേച്ഛാധിപത്യത്തിൻ്റെ മുഖംമൂടി വലിച്ചു കീറി ഇന്ത്യൻ ജനതയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ, ഇന്ത്യയെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിനെയും രാജ്യത്തെയും ഇളക്കി മറിച്ചുകൊണ്ട് നടക്കുന്ന വോട്ടധികാർ യാത്ര ഇന്ന് 5ാം ദിവസമാണ്. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനബാഹുല്യമാണ് ബീഹാറിൽ രാഹുലിന് പിന്തുണയുമായി വരുന്നത്. ഭരണഘടന സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് താൻ നയിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് താനും. കാരണം മോദി എന്ന ഭരണാധികാരി രാജ്യത്ത് കഴിഞ്ഞ 11 വർഷമായി നടപ്പിലാക്കുന്ന RSS അജണ്ട കൊണ്ട് ഛിന്ന ഭിന്നമാകുന്ന രാജ്യത്തെ വീണ്ടെടുക്കാനാണ് തൻ്റെ ലക്ഷ്യം എന്ന് വിളിച്ചു പറയുമ്പോൾ 146 കോടി ജനത്തിൻ്റെ ആശങ്കയ്ക്ക് മേലാണ് സംരക്ഷണ ഭിത്തിയുമായി രാഹുൽ ഗാന്ധി ശക്തിയുക്തം നിൽക്കുന്നത്. അഖിലേഷ് യാദവ് അടക്കം ഇന്ത്യ മുന്നണി നേതാക്കൾ കൂടി രാഹുൽ ഗാന്ധിയുടെ ഉദ്യമത്തിന് കരുത്തേകാൻ ഒത്തൊരുമിക്കുക കൂടി ചെയ്തതോടെ ഇന്ത്യ മുന്നണിയുടെ ശക്തിയാണ് വെളിവാകുന്നത്. രാഹുൽ ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിറളി പോകുന്നത് മോദിയാണ്. അധികാരത്തിലിരുന്നു കൊണ്ട് ഭരണം നിലനിർത്താൻ മോദി ചെയ്തു കൂട്ടിയ ചെയ്തികളിലെല്ലാം രാഹുൽ വെളിയിൽ കൊണ്ടുവരുമെന്ന ഭയമാണ് മോദിയെ ഭയചകിതനാക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ രാഹുൽ ഗാന്ധിയുടെ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് മോദിയുടെ ഭരണകൂടം ശ്രമിച്ചത്. എന്നാൽ മോദിയുടെ പത്തിക്ക് തന്നെ അടിച്ചുകൊണ്ട് രാഹുൽ ഉയർന്നു വരുന്ന കാഴ്ചയാണ്. വോട്ട് കൊള്ളയും വോട്ടർ പട്ടിക ക്രമക്കേടിലും അടക്കം BJP നടത്തിയ തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ തട്ടിപ്പ് തെളിവോടുകൂടി പുറത്തുവിട്ടതിന് പിന്നാലെ രാജ്യത്ത് വ്യാപകമായി വോട്ട് തട്ടിപ്പ് നടത്തിയതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മോദി സർക്കാരിനെതിരെയുള്ള ജനരോക്ഷവും ഇവിടെ ഉയർന്നു വരികയാണ്. രാജ്യത്ത് ഏറ്റവും ഗൗരവപൂർവമായ ഈ ജനാധിപത്യ ധ്വംസനം ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ടധികാർ യാത്ര നയിക്കുന്നത്. ഈ തിരത്തള്ളലിൽ ഹാലിളകിയ മോദി ശീതകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ പെട്ടെന്നൊരു ബിൽ കൊണ്ടുവന്നു. കേസിൽ 30 ദിവസം ശിക്ഷ അനുഭവിച്ച മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുമെന്ന ബില്ല്. മോദി സ്വയം കഷ്ടത്തിലാകുന്ന നടപടിയാണ് ഇത് എന്നതിൽ തർക്കമില്ല. പക്ഷേ വോട്ട് ചോർ വിവാദത്തിൽ നിന്നും തലയൂരാൻ നടത്തിയ വെറും ഗിമ്മിക്കായിരുന്നു അത്. തൃണമൂൽ കോൺഗ്രസ് ആ ബിൽ വലിച്ചു കീറി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ആക്രോശിച്ചു. പ്രതിപക്ഷത്തിൻ്റെ ഈ ആക്രോശം ഭരണതലപ്പത്തെ വിറങ്ങലിപ്പിക്കുക തന്നെ ചെയ്തു. ഭരണഘടനയിൽ 1/3 ഭൂരിപക്ഷം വേണം ഇത്തരം ബില്ലുകൾ നടപ്പിലാക്കാൻ എന്നിരിക്കെ മോദി രാഹുലിനെ പേടിക്കുന്നത് കൊണ്ടാണ് ഈ അടവ് നയവുമായി മുന്നിട്ടിറങ്ങിയത്. ഇന്ത്യ മുന്നണിയിൽ നിന്നും അല്പം മാറി നിന്നിരുന്ന ആം ആദ്മി പാർട്ടിയും ഇതര കക്ഷി പാർട്ടികളും വോട്ടധികാർ യാത്രയോടെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഒരുമിച്ച് നിന്ന് ഇന്ത്യ മുന്നണി ഒറ്റ ശക്തിയാവുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജ്യത്തെ തകർക്കുന്ന വർഗീയ ഭരണത്തിന് എന്നും ഭീഷണി ഉയർത്തുന്ന രാഹുൽ ഗാന്ധി ഈ യുദ്ധം നയിക്കുമ്പോൾ ജനസാഗരം ആ മുന്നേറ്റത്തിന് എല്ലാ പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ്. ഇന്ത്യ പ്രകമ്പനം കൊള്ളുന്നു. മോദിയുടെ സിംഹാസനം വിറങ്ങലിക്കുന്നു. ഗത്യന്തരമില്ലാതെ രാജ്യം വിട്ട് ഓടാൻ മോദി തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.